ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. ഓണത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ പണ്ടൊക്കെ നമ്മൾ തലയിൽ മുല്ലപ്പൂവൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ജാസ്മിനാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ തിരക്കാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒന്നും കൂടെ വെറൈറ്റി ആയിട്ട് പിടിക്കാം. ഇത് വന്നിട്ട് ഓണത്തിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടയറയാണ്. ഇതിൽ 3 ടൈപ്പ് ബീഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് വെറൈറ്റി ആവാം. വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 ടൈപ്പ് ഗിയർ വയറാണ്. ഒന്ന് 3mm ഒന്ന് 4mm ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ ഗിയർ വയർ എടുക്കാൻ നോക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവേഴ്സാണ്. അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 3mm ആണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല കോട്ടിങ്ങിൽ വരുന്ന ബീഡ്സ് ആണ്. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള ഐ ഡ്രോപ്പ് ബീഡാണ്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ 3mmൻ്റെ ഗിയർ വയറാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. വീണ്ടും ഐ ഡ്രോപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഇതാ ഈ ഒരു ബീഡ്സ് നമ്മൾ ഇതുപോലെ അങ്ങ് വളച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത പോലെ തന്നെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത പോലെ തന്നെ കോർത്ത് കൊടുക്കുക. ഐ ഡ്രോപ്പ് ബീഡ്, റൗണ്ട് ബീഡ്, വീണ്ടും ഐ ഡ്രോപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പികൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ബാലൻസ് ഉള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതിലൊരു 5-6 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടയർക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കോർത്ത് കൊടുക്കുകയാണ്. ഇനി ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നല്ല ടൈറ്റായിട്ട് നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും നമ്മൾ റൗണ്ട് ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഫ്ലവേഴ്സും ഒരേ ലെവലിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ നമ്മൾ നേരത്തെ കോർത്ത് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള 2 ഫ്ലവേഴ്സിൻ്റെ നീളം എങ്ങനെയാണോ ആ ഒരു നീളത്തിനനുസരിച്ച് വേണം ഈ ഒരു ഫ്ലവറിൻ്റെ നീളവും എടുക്കാനായിട്ട്. എല്ലാം ഒരേ ലെങ്ത്തിൽ തന്നെ വേണം കേട്ടോ. ഇനി താഴെ കാണുന്ന ആ ഒരു 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 4mmൻ്റെ ഗിയർ വയർ എടുക്കുകയാണ്. അത് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാനൊരു 16-17 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ പാർട്ടുകളൊക്കെ ചുറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടാണ് ചുറ്റി കൊടുക്കുന്നത്. നേരെ വെക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗോൾഡൻ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പാർട്ടുകൾ തമ്മിൽ അധികം ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. കണ്ടില്ലേ?
അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തു കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. നമ്മളുടെ കയ്യിൽ ഒരുപാട് ഐറ്റം ഫ്ലവർ ബീഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവർ മാത്രമല്ല, കുഞ്ഞു ഫ്ലവറായിട്ടും വലിയ ഫ്ലവേഴ്സിൻ്റെ വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. 13 ഐറ്റം ഫ്ലവേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ബ്രൈഡലിന് യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിമാൻഡഡ് ആയിട്ടുള്ള ഫ്ലവറാണ്. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളർ ഫ്ലവേഴ്സും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു ടയാറ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കാനുള്ള ഫുൾ മെറ്റീരിയൽസ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ബീഡ്സുകളായിട്ടും ക്രിസ്റ്റലിൽ വരുന്ന ബീഡ്സുകളായിട്ടും ഫ്ലവേഴ്സായിട്ടും ഗിയർ വെയറായിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മൾ ഈ കാണുന്ന ഫ്ലവേഴ്സും ബീഡ്സ് എല്ലാം ഇതുപോലെ പിരിച്ച് ഇത്രയും ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര ലുക്കായിട്ടുള്ളൊരു ടയറയാണ്. അപ്പോൾ ഇനി ഈ അറ്റം എന്താ ചെയ്യുക വെച്ചാൽ അതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചുറ്റി അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഫുള്ള് ചുറ്റി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ ടയറ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് കിട്ടാത്തവരാണ് അധികവും, എനിക്കറിയാം. ഒരുപാട് പേര് പിന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലരും കൊച്ചു കുട്ടികൾ കാരണം, അതുപോലെ വീട്ടിലെ സിറ്റുവേഷൻ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് വീട്ടമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെയിൽ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.